നമസ്കാരം. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ മോശമാണ് എന്ന് കരുതേണ്ടതുണ്ടോ? ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് വരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത കാലത്ത് ഒരു അനലിറ്റിക്സിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ ലോക റാങ്കിങ്ങിൽ സ്ഥാനമുയർത്തി എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. QS വേൾഡ് അഥവാ ക്വാക്വറെല്ലി സൈമൺസ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് എന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനങ്ങളുടെ നിലവാരം പരിശോധിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അവരുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് ഒന്ന് പരിശോധിക്കാം. 2026 QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ 54 സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ റാങ്കിങ്ങിൽ മുന്നിൽ വന്നിട്ടുണ്ട്. 2024 45-ഉം 2025 46-ഉം ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ആയിരുന്നിടത്താണ് 2026 ലിസ്റ്റിൽ 390% വർദ്ധിച്ച് 54 ആയിരിക്കുന്നത്. ഒന്ന് പുറകിലേക്ക് നോക്കിയാൽ 2014 കാലഘട്ടത്തിൽ വെറും 11 യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് ഇന്ത്യയിൽ നിന്നും ഈ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടിരുന്നത്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലെ വളർച്ച നോക്കിയാൽ G20 രാജ്യങ്ങൾക്കിടയിൽ അമേരിക്ക, UK, ചൈന എന്നിവയ്ക്ക് തൊട്ടു പിറകിലായി 4-ാം സ്ഥാനത്ത് ഇന്ത്യ എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലെ സ്ഥാപനങ്ങളിൽ IIT ഡൽഹിയാണ് ഇപ്പോൾ റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത്. 123-ാം സ്ഥാനമാണ് IIT ഡൽഹിക്കുള്ളത്. 2024 197-ഉം 2025 150-ഉം സ്ഥാനമാണ് IIT ഡൽഹിക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ഈ റാങ്കിങ്ങിനായി പരിശോധിച്ച മാനദണ്ഡങ്ങളിൽ ലോകമെമ്പാടും എംപ്ലോയർ റെപ്യൂട്ടേഷനിൽ, അതായത് ഇവിടെ നിന്നും പഠിച്ചിറങ്ങി ജോലി നേടിയവരുടെ കണക്കിൽ 50-ാം സ്ഥാനവും അധ്യാപകരുടെ അഭിപ്രായ സർവേയിൽ 86-ാം സ്ഥാനവും അക്കാഡമിക നിലവാരത്തിൽ 142-ാം സ്ഥാനവും IIT ഡൽഹിക്ക് ലഭിച്ചു. IIT ബോംബെ കഴിഞ്ഞ വർഷം 118-ാം റാങ്കിൽ നിന്ന് 129-ാം റാങ്കിലേക്ക് താഴ്ന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നും പഠിച്ച് ജോലി നേടിയവരുടെ കണക്കിൽ 39-ാം സ്ഥാനം ലോക നിലവാരത്തിൽ ഇപ്പോഴുമുണ്ട്. IIT മദ്രാസ് 47 പോയിന്റ് വർദ്ധിച്ച് 180-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച 200 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ ഈ വർഷം ആദ്യമായി IIT മദ്രാസ് എത്തിക്കഴിഞ്ഞു. ഇനി ആദ്യത്തെ 500 പേരുടെ ലിസ്റ്റിലെ ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കിയാൽ IIT ഖരഗ്പൂർ 215-ാം സ്ഥാനം, IISc ബംഗളൂരു 219-ാം സ്ഥാനം, IIT കാൺപൂർ 222, IITകൾ ഒഴിച്ച് മറ്റ് സ്ഥാപനങ്ങളിൽ ഡൽഹി യൂണിവേഴ്സിറ്റി 328, അണ്ണാ യൂണിവേഴ്സിറ്റി 465 എന്നിവരും ഉൾപ്പെട്ടിട്ടുണ്ട്. പുതുതായി 8 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും മുൻനിരയിൽ ഈ ലിസ്റ്റിൽ ചേർക്കപ്പെട്ടത്. എങ്കിലും ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കായി ലോക നിലവാരത്തിൽ എത്തുന്നതിന് വേണ്ട കാര്യങ്ങളിൽ ഇനിയും പലതും മെച്ചപ്പെടാനുണ്ട്. ഗവേഷണം, അക്കാദമിക നിലവാരം എന്നിവയിലും പരിഷ്കാരങ്ങൾ വരേണ്ടതുണ്ട്. ഇന്ത്യയിലെത്തി പഠനം നടത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണവും ഈ റാങ്കിങ്ങിൽ പരിശോധിക്കപ്പെട്ട ഒരു ഘടകമാണ്. ഈ വിഷയത്തിൽ 78% ഇടിവാണ് ഇന്ത്യയിലുണ്ടായിരിക്കുന്നത്. യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളുടെ വൈവിധ്യം നോക്കിയാൽ ആദ്യത്തെ 500 സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ വിദേശ വിദ്യാർത്ഥികളുടെ വലിയൊരു ഇടിവാണ് കാണുന്നത്. മറ്റൊരു ഘടകം വിദ്യാർത്ഥി അധ്യാപക അനുപാതമാണ്. ഈ കണക്കിൽ ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ 350 സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി മാത്രമാണ്. 2035 ഈ മാനദണ്ഡത്തിൽ 50% വളർച്ചയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അതായത് മികച്ച അധ്യാപകരെ തിരഞ്ഞെടുക്കുക എന്നതിലെ വർധനവ് ഇന്ത്യ പ്രതീക്ഷിക്കുകയാണ്. ആദ്യത്തെ 500 റാങ്കിങ്ങിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെട്ടത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയുടെ കുതിപ്പ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ ഇവിടേക്ക് ആകർഷിക്കപ്പെടാനും മികച്ച ഫാക്കൽറ്റി, അക്കാദമിക നിലവാരം ഉയർത്തൽ എന്നീ കാര്യങ്ങളിലാണ് ഇന്ത്യ ഇനി ശ്രദ്ധ ചെലുത്തേണ്ടത്. ഇനി ആഗോള നിലവാരത്തിൽ ആദ്യ റാങ്കുകാരുടെ പട്ടിക കൂടി ഒന്ന് പരിശോധിക്കാം. തുടർച്ചയായി 14-ാം വർഷവും 1-ാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT ആണ്. തൊട്ടുപിറകിൽ ലണ്ടനിലെ ഇംപീരിയൽ കോളേജ്, 3-ാം സ്ഥാനത്ത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, 4-ാം സ്ഥാനത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, 5-ാം സ്ഥാനത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയാണ് ലിസ്റ്റ്. ചൈനയിലെ സാങ്ഗ്വാ യൂണിവേഴ്സിറ്റി 17-ാം സ്ഥാനത്തും ഫുഡാൻ യൂണിവേഴ്സിറ്റി 30-ാം സ്ഥാനത്തുമുണ്ട്. 2020 രൂപീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഇന്ത്യയെ ആഗോള നിലവാരത്തിൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ലോകത്തിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വാർത്തെടുക്കുക എന്ന വലിയൊരു ലക്ഷ്യവും ഇന്ത്യക്ക് മുന്നിലുണ്ട്. ഇതിനോടൊപ്പം ഇന്ത്യയിൽ 10-12 ക്ലാസുകൾ എന്ന നിലയിൽ വേർതിരിച്ച് നടത്തുന്ന വിദ്യാഭ്യാസ നയത്തിൻ്റെ പോരായ്മയും
ദേശീയ തലത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, ആസാം, കേരളം, മണിപ്പൂർ, ഒഡീഷ, തെലങ്കാന, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് 10ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും വ്യത്യസ്ത വിദ്യാഭ്യാസ ബോർഡുകളുള്ളത്. ഇങ്ങനെ വിഘടിപ്പിച്ച് നടത്തുന്ന വിദ്യാഭ്യാസ രീതി വിദ്യാഭ്യാസ നിലവാരം കുറയ്ക്കുന്നു എന്നും വിലയിരുത്തപ്പെടുകയാണ്. മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ 10ാം ക്ലാസ്സിൽ 22.17 ലക്ഷം വിദ്യാർത്ഥികളും 12ാം ക്ലാസ്സിൽ 20.16 ലക്ഷം വിദ്യാർത്ഥികളും പരാജയപ്പെട്ടിട്ടുണ്ട്. വിജയിച്ചവരുടെ എണ്ണം കൂടുതലാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അവിടെ നിന്നും കടക്കുന്നവരുടെ എണ്ണം കുറയുകയാണ്. ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾ സയൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുന്നിലെത്തി എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ 99.6% വിജയവും മറ്റുള്ളയിടങ്ങളിൽ 97% മുകളിൽ വിജയവും ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യ ഇനിയും കുതിക്കും എന്ന് വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.